ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റുചൊല്ലിയ ഒരു കവിതയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. അതായത് വി മധുസൂദൻ നായർ എന്ന കവി നാട് മുഴുവൻ നടന്ന്, ലോകം മുഴുവൻ നടന്ന് പാടി അവതരിപ്പിച്ച കവിതയാണ് നാറാണത്ത് ഭ്രാന്തൻ. തൊടുപുഴയിലെ ഒരു കർഷകരുടെ സമ്മേളനത്തിൽ അദ്ദേഹം ഈ നാറാണത്ത് ഭ്രാന്തൻ എത്രയോ കൊല്ലം പാടിയതിനു ശേഷം എവിടെയോ വെച്ച് അദ്ദേഹത്തിന് കവിതയുടെ ഒരു വരി മറന്നുപോയി. ജനങ്ങൾ ആ കവിതയുടെ വരി ബാക്കി മധുസൂദൻ നായർക്ക് പാടിക്കൊടുത്തു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഈ നാറാണത്ത് ഭ്രാന്തൻ ഇറങ്ങിയിട്ട് 40 കൊല്ലം തികയുകയാണ്. മാത്രമല്ല, ഒരു കവിത എങ്ങനെ ചൊല്ലണം, അത് ചൊല്ലുമ്പോൾ എങ്ങനെ ആസ്വദിക്കണം, എങ്ങനെ ആസ്വദിച്ച് ചൊല്ലണം എന്നൊക്കെ മലയാളികൾക്ക് ഒരു അധ്യാപകൻ്റെ ഉയരത്തിൽ നിന്ന് പഠിപ്പിച്ച ആൾ കൂടിയാണ് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും വിരമിച്ച പ്രൊഫസർ വി മധുസൂദൻ നായർ. മധുസൂദൻ നായരുടെ ഏറ്റവും ജനപ്രിയ കവിതയാണ് നാറാണത്ത് ഭ്രാന്തൻ. ഒരുപക്ഷെ ചങ്ങമ്പുഴ രമണന് ശേഷം ഇത്രയധികം കേരളത്തിൽ വിറ്റഴിഞ്ഞ മറ്റൊരു കാവ്യ പുസ്തകം ഇല്ല. എനിക്ക് തോന്നുന്നത് രമണൻ്റെ റെക്കോർഡും ഈ നാറാണത്ത് ഭ്രാന്തൻ തകർത്തു എന്നാണ്. ഈ കവിതയ്ക്കാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് 40 കൊല്ലം തികയുന്നത്. മലയാള ഭാഷാ ദിനം കൂടിയായ ഇന്ന് തൻ്റെ കാവ്യസബരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. 24news.comലെ രാജേഷ് തില്ലങ്കേരിയുമായിട്ടാണ് പ്രൊഫസർ മധുസൂദൻ നായർ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സംസാരിച്ചത്. 24 പ്രേക്ഷകർക്കായി അദ്ദേഹം നാറാണത്ത് ഭ്രാന്തൻ വീണ്ടും ചൊല്ലി. നമുക്കതൊന്ന് കേൾക്കാം. ഒരു അനുഭവമാണല്ലോ അദ്ദേഹത്തിൻ്റെ നാറാണത്ത് ഭ്രാന്തൻ. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം, ഓരോ കരിന്തിരി കണ്ണിലും കാൺമു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം. ജ്ഞാനത്തിനായി കുമ്പിൽ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം, ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ അർത്ഥിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു, ഉമിനീരിൽ എരിനീരിൽ എല്ലാം ദഹിക്കയാണ് ഊഴിയിൽ ദാഹമേ ബാക്കി. ഈ കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ നാറാണത്ത് ഭ്രാന്തനെ കേൾക്കാത്ത ഒരു മലയാളി പോലുമില്ല. ഇന്നത്തെ പല അവസ്ഥകളും പണ്ടും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു മിത്തുണ്ടായത്. ആ മിത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് തേടുകയാണ്. അതുകൊണ്ട് ആദ്യം 84 ഇത് എഴുതുന്നു. അതിനുമുമ്പ് കുറേ കാലം ഇത് മനസ്സിലിങ്ങനെ അടവച്ച് വരികയായിരുന്നു. 84 എഴുതി 85 ആദ്യമായിട്ട് ഇത് ഞാനൊരു വേദിയിൽ അവതരിപ്പിക്കുന്നു. അപ്പം തന്നെ എല്ലാവരും ഇത് ഉടനെ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രസിദ്ധീകരിക്കാറായില്ല, എന്തും പിഴയുണ്ടോ എന്ന് നോക്കിയിട്ടേ കൊടുക്കാവൂ. കവിത മരുന്ന് പോലെയാണ്, കൊടുക്കുന്നത് പിഴയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വയ്ക്കും എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ പിന്നീട് തീർച്ചയാ പാലക്കാട്ട് വയലാർ അവാർഡ് മീറ്റിങ്ങിന് അന്ന് കവിയല്ലാത്ത ഞാൻ ക്ഷണിക്കപ്പെട്ടു കവിത പാടാൻ. ഈ നാറാണത്ത് ഭ്രാന്തൻ പാടി കേട്ടിട്ടാണ് അത് നടന്നത്. അപ്പം അവിടെ ചെന്നത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ ഒരു സ്വീകാരം എൻ്റെ അക്ഷരക്കുറ്റം മോശമല്ല എന്നൊരു തോന്നലുണ്ടാക്കി. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നമ്മുടെ 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായിരിക്കും. എന്തായാലും എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ വയലാർ അവാർഡിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാനവിടെ കുറച്ച് താമസിച്ചാണ് ഈ വയലാർ അവാർഡിൻ്റെ സമ്മേളനത്തിലെത്തിയത്. തൃശ്ശൂർ ആകാശവാണിയിൽ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആകാശവാണിക്ക് വേണ്ടി കേരള നിലയങ്ങളിൽ വയലാർ അവാർഡ് സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി കവർ ചെയ്യാൻ ചെന്നതായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ ചെന്നിറങ്ങിക്കൊണ്ടേ തന്നെ തിരുവനന്തപുരത്ത് നിന്നൊരു ചെറുപ്പക്കാർ, ഒരു മെല്ലിച്ച ഒരു നരുന്ത് ചെറുപ്പക്കാരനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. ഒരു കോളേജ് അധ്യാപകനാണ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യാലാപനം നമ്മുടെ പാലക്കാടിനെ നടുക്കി കളഞ്ഞു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരക്കി പിടിച്ച് ആ കവിത റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അന്ന് പിറ്റേന്ന് രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത പ്രക്ഷേപണം ചെയ്തു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാനന്ന് പറഞ്ഞു, കേരളത്തിലെ ലബ്ധപ്രതിഷ്ഠരായ കുറേ കവികളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവരെ ഒക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് വന്ന അധ്യാപകൻ വി മധുസൂദൻ നായർ സദസ്സിനെ ഒന്നാകെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരല്പം പ്രശംസിച്ചു. ഈ കവിത ബ്രോഡ്കാസ്റ്റ് ചെയ്തു. കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ, ഒരു 10-18 ലൈൻസ് നമ്മൾ അന്ന് പ്രക്ഷേപണം ചെയ്തു.
ഈ വയലാർ അവാർഡിൻ്റെ റിപ്പോർട്ടിൽ ഇത് പോയി കഴിഞ്ഞപ്പോൾ വളരെ ഇരുത്തം വന്ന ഒരു കവി, മലയാളത്തിലെ അന്ന് അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു കവി എൻ്റെ ബോസായ സ്റ്റേഷൻ ഡയറക്ടറെ വിളിച്ച് കുറേ തെറിയങ്ങ് പറഞ്ഞു. ലബ്ധപ്രതിഷ്ഠരായ കവിയെ പിന്നിൽ ഇയാൾക്ക് വല്ല കാവ്യബോധമുണ്ടോ, ഇയാൾ കവിത പഠിച്ചിട്ടുണ്ടോ, ഇയാൾ ആദ്യം രാമായണം പോയി വായിക്കാൻ വേണ്ടി ഇയാളുടെ രാമായണം എന്നൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടതും ഈ കവിയുടെ ആരാധകനായ സ്റ്റേഷൻ ഡയറക്ടർ, അദ്ദേഹം മലയാളം പഠിച്ച ആളാണ്, ഐച്ഛിക വിഷയമായി MA. അദ്ദേഹത്തിന് ആകെ വറിയിടായി. അദ്ദേഹം എന്നെ മുറിയിലേക്ക് വിളിച്ച് ഇനി പറയാനില്ലാതെ തെറിയൊന്നുമില്ല, അത്രയും ചീത്ത വിളിച്ചു, നിങ്ങൾ വിവരക്കേട് ഇങ്ങനെ എഴുന്നള്ളിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞതിൽ ഒരു വിഷമമായോ എന്ന് സംശയിച്ച് ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. വൈകുന്നേരമായപ്പോൾ ഈ ഡയറക്ടർ എന്നെ വീണ്ടും വിളിച്ചു. എന്നോട് പറഞ്ഞു, ആ കവിത ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ കവിത നമ്മുടെ ടേപ്പിലുണ്ട്, അത് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് കിട്ടും. അതിപ്പോൾ എന്താ ഇപ്പോൾ അങ്ങനെ ഒരു പൂതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു, എല്ലാവരും ഈ കവിതയുടെ ശകലം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുകൊണ്ടൊന്ന് റെക്കോർഡ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ടതേ, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ കവിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഞാൻ പരിഹാസത്തോടെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതേ കവി, അതായത് ഇതേ തെറി വിളിച്ച കവി തന്നെ ഒരു വേദിയിൽ മധുസൂദനൻ നായർ ഒരുപക്ഷെ ഒരു വിസ്മയമാണ് എന്ന് പറയുന്നത് ഞാൻ തന്നെ കേട്ടു. അതൊരു കാവ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത ഒരു പ്രക്ഷേപണ മാധ്യമത്തിലൂടെ പുറത്തുവിടാൻ ഭാഗ്യം കിട്ടിയ ഒരാളെന്ന നിലയിൽ വി മധുസൂദനൻ നായർക്ക് ഈ 40ാം വാർഷികം നാറാണത്ത് ഭ്രാന്തൻ ആഘോഷിക്കുന്ന വേളയിൽ ഒരു വലിയ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം സൗമ്യനാണ്, ശാന്തനാണ്, എല്ലാ അലച്ചിരികളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്ന് ഒരു കവിയുടെ ഏകാന്തത സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. നാറാണത്ത് ഭ്രാന്തൻ വരും തലമുറകളും വായിക്കട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.